ഹരികുമാർ സർ, നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാനിന് മേൽ ഒരു വലിയ ആധികാരിക വിജയം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നേടിയിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രതിനിധി സംഘങ്ങളെ പല സ്ഥലങ്ങളിലേക്കായിട്ട് ലോകരാജ്യങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെ താവളങ്ങളൊക്കെ നമ്മൾ ആക്രമിച്ചു. 9ഓളം ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ കുടുംബക്കാരടക്കം നമ്മൾ അവരെയൊക്കെ സ്വൈപ്പ് ചെയ്ത് കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു എന്നാണ് ഇൻ്റർനാഷണൽ മീഡിയാസൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു വിജയം നമുക്ക് നേടാൻ നമ്മളെ സഹായിച്ചത് എന്താണ്? നമ്മളെ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെയാണോ? അത് 3 ഘടകങ്ങളുണ്ട്. ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നേടിയ ഒരു ആധികാരിക വിജയത്തിൽ ആ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മികവാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മുടെ സൂപ്പർസോണിക് മിസൈലുകൾ, അതായത് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള നമ്മുടെ സൂപ്പർസോണിക് മിസൈലുകൾ, ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്രാവശ്യം ഒരു ഏകീകൃത കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് നിലവിൽ കൊണ്ടുവന്നു. അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുള്ള റഡാറുകളെ പരസ്പരം ബന്ധിച്ച് വ്യോമസേനയുടെയും അതുപോലെ നാവികസേനയുടെയും കരസേനയുടെയും എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ഷൻ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് ഏകീകൃതമായി കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവയെ വിശകലനം ചെയ്ത് കൃത്യമായ ഒരു ഉപഗ്രഹങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ISROയുടെ ഉപഗ്രഹ ശൃംഖല ഉപയോഗിച്ച് ഈ സ്പോട്ടുകളൊക്കെ വെരിഫൈ ചെയ്ത് അതായത് ഡാറ്റ മാനേജ്മെന്റ്, ആധുനിക ഡാറ്റ മാനേജ്മെന്റ്, ഇങ്ങനെ 3 ഘടകങ്ങൾ ഒത്തുചേർന്നപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ നിഷ്പ്രഭമായി. അതേസമയം നമ്മൾ ആലോചിക്കേണ്ട 2019 ബാലാക്കോട്ട് ആക്രമണത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് പാകിസ്ഥാൻ വിമാനങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് മിഗ് വിമാനങ്ങളും, ശരിക്കും മിഗ് വിമാനം എന്ന് പറയുന്നത് F-16 ഒന്നും പുറകെ വിടാനുള്ള ശേഷിയുള്ളതല്ല. പക്ഷെ ഒരു മിഗ് വിമാനത്തിനെ പോലും, പല മിഗ് വിമാനങ്ങളെയും ഈ F-16 പ്രതിരോധിക്കാനായിട്ട് നമ്മൾക്ക് നിയോഗിക്കേണ്ട വന്നു. അത് നമ്മളുടെ ഒരു സംവിധാനങ്ങളുടെ അപര്യാപ്തതയുടെ ഒരു സൂചനയായി. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അത്തരം നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് നടപടിയെടുത്തു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്രാവശ്യം ഇന്ത്യക്കുണ്ടായിട്ടുള്ള മേൽക്കൈ. അതിൽ തർക്കമൊന്നുമില്ല. അത് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇപ്പം ഗൗതം ആദ്യം ചോദിച്ചല്ലോ, നമ്മുടെ ഈ മിസൈൽ പ്രതിരോധം അല്ലെങ്കിൽ അതുപോലെ എയർ ഡിഫൻസ്, ഈ രണ്ട് മേഖല, അത് രണ്ടിനെ കുറിച്ച് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു വലിയ മണ്ടത്തരം കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നിരന്തരമായിട്ട് അവർ ഇന്ത്യയിലേക്ക് ആയുധങ്ങള്, മയക്കുമരുന്ന്, മറ്റു പല നിരീക്ഷണത്തിന് ഡ്രോണുകൾ, ഇതൊക്കെ ഇങ്ങനെ ദൈനംദിനം ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. ഏതാണ്ട് 3 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യക്ക് അങ്ങനെ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകളിൽ ഒരു വർഷം ഏതാണ്ട് 300 ഡ്രോണുകളും പാകിസ്ഥാൻ അയക്കുമെന്നാണ് പറയുന്നത്. ആ 300 ഡ്രോണുകളിൽ ഒരു 30 എണ്ണത്തോളം മാത്രമാണ് ഇന്ത്യക്ക് നശിപ്പിക്കാൻ പറ്റിയത്. പിന്നീട് അടുത്ത വർഷമായപ്പോൾ അത് 100ഓളം. ഈ കഴിഞ്ഞ വർഷം 2024 പാകിസ്ഥാൻ ഏതാണ്ട് 300 ഡ്രോൺ അയച്ചപ്പോൾ നമ്മൾ 295ഓളം ഡ്രോണുകളെ നമ്മൾ തകർത്തു. കാരണം ഈ തകർക്കുന്ന ഡ്രോണുകളെ ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ അതായത് ഈ സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അത്തരം ഈ ചൈനീസ് നിർമ്മിത ഡ്രോണുകളുടെ മുഴുവൻ സാങ്കേതിക വിദ്യ ഇന്ത്യ മനസ്സിലാക്കി വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ രൂപപ്പെടുത്തി. അത് 3 തലത്തിലാണ്. അതായത് S-400 ഏറ്റവും പ്രഥമമായിട്ടുള്ള അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തുണ്ട്. അതിന് താഴെ ബറാക്ക് 8, അതായത് ഇസ്രായേലും ഇന്ത്യയും കൂടെ രൂപപ്പെടുത്തിയ LRSAM എന്ന് പറയും, ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. 3ാമത് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ ഡിഫൻസ്. ഇങ്ങനെ 3 മിസൈൽ ഡിഫൻസുകളും ഒരുമിച്ച് ചേർന്നപ്പോൾ പാകിസ്ഥാന് മറ്റൊരു മാർഗവുമില്ല. അതായത് S-400-ന് 600 കിലോമീറ്റർ അകലെ ഒരു വിമാനമോ അല്ലെങ്കിൽ മിസൈലോ ആകാശത്തേക്ക് ഉയർന്നു പോകിയാൽ അത് ഉടൻ തന്നെ ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് ഇത് തുടങ്ങും. അതിനെ തിരിച്ചറിയുന്നു, അതെങ്ങനെ പോകുന്നു, ട്രാക്കിംഗ് തുടങ്ങും. അത് കഴിഞ്ഞ് 400 കിലോമീറ്ററിൽ എത്തുമ്പോൾ S-400-നെ പ്രതിരോധ മിസൈലിൻ്റെ ആദ്യത്തെ സെറ്റ് അങ്ങോട്ട് വിടുകയാണ്. അത് ഇന്റർസെപ്റ്റ് ചെയ്യും.
അതിനെ രക്ഷപ്പെട്ട് മുന്നോട്ട് വന്നാൽ 280 കിലോമീറ്ററിൽ വെച്ച് അടുത്ത മിസൈൽ S-400 അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നാൽ ഏതാണ്ട് ഒരു 225 കിലോമീറ്ററിൽ വീണ്ടും പിന്നെ 150 കിലോമീറ്ററിൽ വരും. ഇതെല്ലാം രക്ഷപ്പെട്ടു വരുന്ന ഒരു മിസൈല് ബറാക്ക് 8 സിസ്റ്റത്തിന്റെ അടുത്തോട്ട് വരും. അവിടെ വെച്ച് അത് തകർക്കപ്പെടും. അതുമില്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം ആകാശ് പലയിടത്തും യഥാർത്ഥത്തിൽ S-400 പ്രയോഗിക്കേണ്ടി വന്നില്ല എന്നാണ്, അത് പുറത്ത് പറയുന്നില്ല. പക്ഷേ പലയിടത്തും ആകാശിനെ മാത്രം ഉപയോഗിച്ച് നേരിട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് 40 കിലോമീറ്റർ അകലത്തിൽ വെച്ച് 30 തൊട്ട് 40 കിലോമീറ്റർ അകലത്തിൽ പരമാവധി അകലത്തിൽ വെച്ച് തകർക്കുന്നതാണ്. പിന്നെ ഇതൊന്നുമല്ലാതെ ഇന്ത്യക്ക് ഏറ്റവും ഒടുവിൽ ഡയറക്റ്റഡ് എനർജി വെപ്പണായിട്ടുള്ള, അതായത് ലേസർ ഉപയോഗിച്ച് 5 കിലോമീറ്റർ അകലെ വെച്ച് ഈ ഡ്രോണുകളെ തകർക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഹെലികോപ്റ്ററിനെയും ഡ്രോണിനെയും തകർക്കാം. അത് യുദ്ധവിമാനങ്ങളെ തകർക്കാൻ പറ്റും. അപ്പം ഈ സംവിധാനങ്ങളെല്ലാം നിലവിൽ വന്നു. ഇതൊന്നും അല്ലെങ്കിൽ കൈകൊണ്ട് പ്രയോഗിക്കുന്ന പിന്നെ പഴയകാലത്തെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളെ ഇതൊക്കെ ആധുനികവൽക്കരിച്ചു. ഇതിന്റെ എല്ലാം വിജയത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിന് കൊടുക്കുന്ന ഇൻഫർമേഷന്റെ കറക്റ്റ്നെസ് ആണ്. ഇതിലൊന്നും മനുഷ്യന്റെ ഇടപെടൽ വലുതായിട്ടില്ല. മനുഷ്യൻ ഇത് ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു, കൃത്യമായി പ്രയോഗിക്കുന്നു. ഏത് മിസൈലാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഈ സിസ്റ്റം തന്നെ തീരുമാനിക്കുന്നു. അതായത് ഇതൊരു സാങ്കേതിക യുദ്ധമാണ്, തികഞ്ഞ സാങ്കേതിക യുദ്ധം. ഇവിടെയാണ് പാകിസ്ഥാന് തെറ്റുന്നത്. ഈ സാങ്കേതിക യുദ്ധം സാധാരണ ഇസ്രായേൽ മാത്രമാണ് നടത്തുന്നത്. ഇന്ത്യ ഇതുവരെ സാങ്കേതിക യുദ്ധം നടത്തി. ഒരുപക്ഷെ ഇസ്രായേലിന്റെ നല്ല സഹായം ഇന്ത്യക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം, ഇല്ലെന്ന് ഞാൻ കരുതുന്നില്ല. ട്രംപിനെ ചെറുതായിട്ട് അലോസരപ്പെടുത്തി അതായിരിക്കണം. അതായത് ട്രംപിനെ മറികടന്നുകൊണ്ട് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നത് ട്രംപ് ഇഷ്ടപ്പെടുന്നില്ല. അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം. പിന്നെ മറ്റൊരു ഘടകം ഞാൻ പറഞ്ഞ ഈ സൂപ്പർസോണിക് മിസൈലാണ്. അതായത് ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളും അതുപോലെ മിസൈലുകളുമാണ് സൂപ്പർസോണിക്. അത് നമുക്കറിയാം. ഇവിടെ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മിസൈൽ, ഈ ബ്രഹ്മോസ് മിസൈല് മാക് 3 എന്ന് പറയുന്ന ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസിന്റെ ഈ ഇപ്പോഴത്തെ ഒരു ഈ പിന്നെ സംഘർഷത്തിലെ യുദ്ധത്തിലെ ബ്രഹ്മോസിന്റെ ഒരു പ്രകടനം അത് കണ്ടിട്ട് ലോകരാജ്യങ്ങൾ പലരും ഞെട്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ബ്രഹ്മോസിനെ തടുക്കാൻ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും പറ്റില്ല. ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അമേരിക്ക സൂപ്പർസോണിക് മിസൈലുകളെ തകർക്കാൻ പറ്റുന്ന ഒരു പ്രതിരോധ സംവിധാനം ആദ്യമായി പരീക്ഷിച്ചു എന്ന് വാർത്തയുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ബ്രഹ്മോസിന്റെ അടുത്ത ഘട്ടം ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതായത് 2026 ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസിന്റെ വേഗത മാക് 2.5 to 3 ആണ്. ഈ ബ്രഹ്മോസ് NG എന്ന് പറയുന്ന ഒരു പുതിയ മിസൈൽ നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ്. അത് മാക് 5 ആയിരിക്കും അതിൻ്റെ. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ ഹൈപ്പർസോണിക് മിസൈലും വികസിപ്പിച്ചു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഇന്റർസെപ്ഷന് ബുദ്ധിമുട്ടുള്ള നടക്കാത്ത രീതിയിലുള്ള മിസൈലുകൾ ഇന്ത്യ തയ്യാറാക്കി കഴിഞ്ഞു. ഇതാണ് ഇന്ന് ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ മേൽക്കൈ കൊടുത്തത്. അതിനോടൊപ്പം ഡാറ്റ മാനേജ്മെന്റ്, കൃത്യമായ ഡാറ്റ മാനേജ്മെന്റ്, രാജ്യത്തിലുടനീളമുള്ള പിന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം അത് നമ്മൾ ആർജിച്ചു. പാകിസ്ഥാന് എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുന്നത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു യുദ്ധത്തിന് ഇന്ത്യയുമായിട്ട് തയ്യാറാകും. പഴയ കാലത്ത് പാകിസ്ഥാൻ തയ്യാറായിരുന്നത് അത് സൈനികരുടെ യുദ്ധമാണ്. അപ്പൊ പാകിസ്ഥാനിന്റെ മുഴുവൻ മിലിറ്ററി ഡോക്ട്രൈൻ എന്ന് പറയുന്നത് അത് ഇസ്ലാമിക് തിയറിയാണ്. അതായത് പാകിസ്ഥാനികൾ വിശ്വസിക്കുന്ന, നമ്മൾ കേട്ടാൽ നമുക്ക് ചിരി വരുന്ന ഒരു തിയറിയാണ്. അതായത് ഒരു മുസ്ലിം 17 ഹിന്ദുവിന് തുല്യമാണെന്നാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അവരെ നയിച്ചിരുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായ യുദ്ധങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അതിപ്പോ പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലായിരുന്നെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ തിരിച്ചറിയുന്നത് ഇനി വരുന്ന യുദ്ധം ടെക്നോളജി വാറാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് അടുത്ത ഘട്ടത്തിൽ ഇനി സൈനികരെ ഇപ്പം ഇപ്രാവശ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ
മെഷീൻ ഗണ്ണുമായിട്ടോ പിന്നെ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആയുധങ്ങളുമായിട്ടോ മുന്നോട്ട് പോകുന്ന സൈനികരുടെ പടം നമ്മൾ എങ്ങും കാണുന്നില്ല. അതിർത്തി പോലും ക്രോസ് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് പറന്നു പോകുന്ന വിമാനത്തെ വെടിവെച്ചിടുന്നത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് ഇന്ന് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്നത്. അതായത് 200 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ചു. ഇതൊക്കെ പിന്നെ വരുന്ന ഒരു യുദ്ധം സാങ്കേതികതയുടെ യുദ്ധമാണ്. 5 കൊല്ലത്തിനുള്ളിൽ ഈ പരിപൂർണമായിട്ട് എനിക്ക് തോന്നുന്നു മനുഷ്യർ യുദ്ധരംഗത്തു നിന്ന് തന്നെ പിന്മാറുമോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു 10 കൊല്ലത്തിന് കൂടുതൽ മനുഷ്യർക്ക് വലിയ മുന്നണി പോരാളികളായിട്ട് സൈനികരൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഓൾറെഡി ഇപ്പൊ ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. അത് പെർഫെക്ഷനിലേക്ക് എത്തി. അത് ആയുധം ഇപ്പം ചുരുക്കി പറഞ്ഞാല് നമ്മുടെ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ശാക്തിക സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമായി എന്നേക്കുമായി മാറിക്കഴിഞ്ഞു. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വാർ ഡോക്ട്രിൻ, അതായത് ഒരു ഹിന്ദുവിന് തുല്യമാണ്, ഒരു 17 ഹിന്ദുവിന് തുല്യമാണ് ഒരു മുസ്ലിം എന്നൊക്കെയുള്ള അത്തരം പിന്നെ ചിന്താഗതികൾ, ഇതൊന്നും ഒരു കാലത്തും നിലനിൽക്കില്ല. ഇനി ശാസ്ത്രത്തിന്റെ യുഗമാണ്. ഇതിന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. ശാസ്ത്രത്തിന്റെ യുദ്ധമാണ്. ഏറ്റവും നന്നായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു സംശയമില്ല, ടെക്നോളജിയുടെ വാറാണ്. അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അതിന് വേണ്ടത് പണവും കൂടാണ്. സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ള രാഷ്ട്രങ്ങളായിരിക്കും ഇനി യുദ്ധത്തിൽ ജയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിലൂടെ അത് തെളിയിച്ചിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാം സാർ. ഇപ്പം നമ്മൾ ഈ ഒരു യുദ്ധത്തിനെ മറ്റൊരു ആംഗിളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യങ്ങൾ അവരുടെ വെപ്പണറി, അവരുടെ ആ ഒരു എക്യുപ്മെൻസിൻ്റെ ഒരു പവർ കാണിക്കാനുള്ള ആരാണ് ഇതിൽ മികച്ചത് എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുക കൂടിയാണ് മറ്റൊരു ആംഗിളിൽ യുദ്ധം ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയുടെ പല വിമാനങ്ങളൊക്കെ ഇടിച്ച് വീഴ്ത്തിയിരിക്കുന്നു പാകിസ്ഥാൻ എന്നൊക്കെയുള്ള ഫേക്ക് വാർത്തകൾ പാകിസ്ഥാൻ മീഡിയാസിൽ, അതോടൊപ്പം തന്നെ ചൈനയുടെ പല മീഡിയാസിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു. അത് യഥാർത്ഥത്തിൽ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ 80% ഈ യുദ്ധസാമഗ്രികളും ചൈന നൽകിയിരിക്കുന്നതാണ്. പല വെപ്പണറീസും, അത് ഈ HQ-9 പോലുള്ള അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ. ഇത് യഥാർത്ഥത്തിൽ ചൈനയ്ക്കുള്ളൊരു തിരിച്ചടിയല്ലേ? ഇത് യഥാർത്ഥത്തിൽ ചൈനയോട് പറഞ്ഞിരിക്കുകയില്ലേ ഇന്ന് നിങ്ങളെക്കാട്ടി മികച്ചത് നമ്മളാണ് വെപ്പണറിയിലെന്ന്? ആ ഒരു ആംഗിൾ കൂടി ഇല്ലേ ഇതിന്? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അതും പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം ഈ യുദ്ധം യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു. നമ്മൾ അത് പോരടിച്ചത്, പിന്നെ ഗ്രൗണ്ടിൽ പോരടിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. പക്ഷെ യുദ്ധം യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു. ചൈന വളരെ പിന്നെ ജാഗരൂകമായിട്ട് ഈ തങ്ങളുടെ ആയുധങ്ങളുടെയും അതുപോലെ പാകിസ്ഥാന്റെയും പ്രകടനം നോക്കിക്കാണുകയായിരുന്നു. ചൈനയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൈനയും ഈ യുദ്ധം പെട്ടെന്ന് നിർത്താനായിട്ട് പാകിസ്ഥാനെ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നില്ലേ. ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഒക്കെ പിന്നെ ഇത് ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇത് ഞമ്മൻ്റെ ആണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ ചൈനയാണ്. അത് ചൈനയ്ക്ക് മനസ്സിലായി പാകിസ്ഥാൻ ഇനി എത്രത്തോളം നിലനിൽക്കാൻ പറ്റും. ചൈനയ്ക്ക് മനസ്സിലായി ചൈനീസ് ആയുധങ്ങൾ ഇവിടെ തികച്ചും എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന്. ചൈന അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ നിർത്തിയതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് പാകിസ്ഥാൻ വെപ്രാളപ്പെട്ട് യുദ്ധത്തിൽ നിർത്താൻ വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം സ്വീകരിച്ച്. ഇവിടെ ചൈനീസ് ആയുധങ്ങളുടെ പിന്നെ ശേഷിക്കുറവ് വളരെ വ്യക്തമാണ്. ചൈനയുടെ ഏറ്റവും മികച്ച എയർഫെയർ മിസൈലാണ് PL-15. അതുപോലെ HQ-9 അവരുടെ പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇത് രണ്ടും പരാജയപ്പെട്ടു, ഒരു സംശയവുമില്ല. HQ-9 ഒരു പ്രയോജനമില്ല എന്ന് തെളിഞ്ഞു. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7ഓളം പിന്നെ വിമാനത്താവളങ്ങളും, അതുപോലെ വിമാനത്താവളങ്ങൾ മാത്രമല്ല അവിടെ സൂക്ഷിച്ചിരുന്ന വിമാനങ്ങൾ തന്നെ നശിച്ചുപോയി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഒരു പിന്നെ മുതിർന്ന പിന്നെ അനലിസ്റ്റ്, ഡിഫൻസ് അനലിസ്റ്റും അതുപോലെ തന്നെ മുൻ പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയിട്ടുള്ള പരാമർശം വായിച്ചു. അതായത് പാകിസ്ഥാൻ ഒരു അവാക്സ് വിമാനം തന്നെ നഷ്ടപ്പെട്ടു. ഇത് വളരെ കൃത്യമായ പിന്നെ ഇൻഫർമേഷനാണ്. ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ചൈനയുടെ ഈ ഉറപ്പിൽ പിന്നെ പാകിസ്ഥാൻ വിശ്വസിച്ചതാണ്. അതായത് ചൈനയുടെ ഉറപ്പും പഴയ ചാക്കും ചൈനയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന പക്ഷേ ഇതിൽ നിന്ന് പഠിക്കും. നമ്മൾ ചൈനയെ അങ്ങനെ നിസ്സാരമായി കളയണ്ട.
ചൈന എവിടെയാണ് തങ്ങളുടെ ആയുധങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്? പിന്നെ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് ചൈനയുടെ ഒന്നാം തരം ആയുധങ്ങളല്ല, അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുവരെ ചൈനീസ് ആയുധങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഒരല്പം ഭയപ്പാടിലും തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ചൈന അവരുടെ ഈ പിന്നെ ദൗർബല്യങ്ങളെ മറികടക്കാനായിട്ട് പുതിയ ഗവേഷണങ്ങളും എല്ലാം നടത്തി അത് വീണ്ടും അവർ മുന്നോട്ട് പോകുന്നത് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ അതേസമയം ഇപ്പോഴത്തെ യുദ്ധത്തിൽ ചൈനയുടെ ആയുധങ്ങളെക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. പാശ്ചാത്യ ലോകം, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ, സാധാരണഗതിയിൽ ഇന്ത്യയെ പ്രശംസിക്കാൻ വളരെ പിശുക്ക് കാണിക്കുന്ന ഈ പത്രങ്ങൾ ഇന്ത്യയെ വളരെ നിർലോഭം പ്രശംസിച്ചു. എന്തായാലും ശരി, ചൈന അതോടുകൂടി തൽക്കാലത്തേക്ക് 3 വർഷത്തേക്ക് ഇന്ത്യയുമായി ഇനി ഇപ്പം വലിയ സംഘർഷത്തിന് വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞ് അവരുടെ പുതിയ ആയുധങ്ങളുമായിട്ട് അവർ വീണ്ടും വരും. ഇതാണ് എനിക്ക് അപ്പോഴത്തേക്കും ഇന്ത്യ മറ്റൊരു വലിയ രീതിയിൽ ടെക്നോളജിക്കലി ഇംപ്രൂവ് ആയിട്ടുണ്ടാവും. കാരണം ഇന്ത്യയുടെ ലക്ഷ്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ മത്സരം അവസാനിക്കുന്നില്ല.